നോക്കാം നോക്കാം. കളിക്കാലോ. അല്ല രണ്ടുപേരുണ്ട് തൊഴിലാൻ സുഖം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവലർ. നമ്മൾ ഇന്ന് പാഴ്വസ്തുക്കൾ കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ബോട്ട് വെള്ളത്തിലിറക്കാൻ വേണ്ടി പോവുകയാണ്. ബോട്ട് കായലിന്റെ അരികിൽ എത്തിയിരിക്കുകയാണ്. സംഭവം വെള്ളത്തിലേക്ക് ഇറക്കിയാണ്. വെള്ളത്തിൽ ഇറങ്ങി പയ്യ 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 പയ്യ. സംഭവം തുഴ പോയി. ഇരുമ്പിന്റെ ഒഴുക്കുണ്ട്. പക്ഷെ ഇച്ചിരി വെള്ളത്തിൽ പോയാ അത് ഇവിടുത്തെ തുഴയാണ്. നമ്മൾ ഇവിടുത്തെ വെള്ളത്തിൽ പോയാ അതെങ്ങനെയാണ്? ഇരുമ്പ് താഴത്തേക്ക് പോലെ ഇരുമ്പ് പോലെ താഴത്തേക്ക് തന്നെ പോകും. സംഭവം ചെയിൻ ജെട്ടി. മഴ പെയ്യുന്നുണ്ട്. സംഭവം ചെറുതായിട്ട് പാളിപ്പോയി. പ്രിയ സുഹൃത്തുക്കളെ, ഞാനും നിയാസും റിയാസും കൂടി തുഴഞ്ഞു പോവുകയാണ്. സംഭവിച്ചു. പോരായ്മകൾ ഉണ്ടായിരുന്നു അല്ലേ? പോരായ്മകൾ ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗിന്റെ അതെ. ആദ്യം കാരണം എന്ന് വെച്ചാൽ ഈ ബോട്ട് ആദ്യം ഉണ്ടാക്കി തന്നെ ഈ നമ്മുടെ ഈ ചെയിന് നീട്ടം കണ്ടില്ലേ, ഇത് തെന്നിപ്പോണ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ വെയിറ്റിന്റെ ഒരു പ്രശ്നം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഒരാദ്യം ഒരു ഫെയിലിയർ ആയിരുന്നു. ഇനി ഈ ബോട്ട് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ചോദിക്കാം.
ഇതിന്റെ ഉള്ളിലിരിക്കുന്നത് തെർമോക്കോളിന്റെ ബ്ലോക്കാണ്. അത് ഫ്രീസർ പൊളിച്ചതാണ്, വലിയ ഫ്രീസിങ് യൂണിറ്റിന്റെ. പിന്നെ ഇത് ACP ഷീറ്റ്, ഒരു ബിൽഡിംഗ് പൊളിച്ചതിന്റെ ACP ഷീറ്റാണ്. പിന്നെ ഈ സ്ക്വയർ ട്യൂബ് സാധനങ്ങളെല്ലാം സ്ക്രാപ്പ് വന്നതാണ്. പിന്നെ ഇതൊരു പഴയ സൈക്കിളിന്റെ യൂണിറ്റ് ആണ് ഈ ഇരിക്കുന്നത്. ഇത് ഈ ചെയിൻ ഒരു ബൈക്കിന്റെ ചെയിൻ എടുത്താണ്, 2 കൂട്ടി വഹിപ്പിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളിപ്പോ രണ്ടാമത് പുതിയതായിട്ട് ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ പൈപ്പ് ഉണ്ടല്ലോ. ഈ പൈപ്പ് 2 സൈഡിലായിട്ട് നമ്മൾ ഈ ബോട്ടിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി ബാക്കി ബോട്ട് ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. പോട്ടെ മുട്ടുമ്പോൾ പറയാം. മഴയാണ് ഇന്ന്, പ്രതികൂല കാലാവസ്ഥയല്ല, മഴയാണ്. വേമ്പനാട്ട് കായലിലെ ഓളപ്പരപ്പിലൂടെ ബോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം ബോട്ടിന്റെ കളിയാണ്. ഇത് ആദ്യത്തെ പഴയ ബോട്ടാണ് കാണുന്നത്. ഇതിപ്പോ നമ്മൾ രണ്ടാമത് ഇറക്കിയ ബോട്ട്. ഇതിൽ നമുക്ക് 2 ടൈപ്പിൽ കറക്കി നമുക്ക് തുഴയാം, അല്ലാണ്ട് നമുക്കത് പങ്കായം വെച്ചും തുഴയാം. പാഡലിന്റെ പവറിലാണ് ഇതിപ്പോ പോണത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പഴയ സൈക്കിളിന്റെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഈ ചെയിൻ തെറ്റിപ്പോണ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നേരത്തേക്ക് നമ്മളിപ്പോ ചെയിന്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ അതിന്റെ ലൈൻ ക്ലിയർ ആക്കാൻ വേണ്ടി ഇടയ്ക്കൊരു ലൈൻ ബെയറിംഗ് പോലത്തെ ഒരു സാധനം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് ക്ലിയർ ആയി. പിന്നെ നമുക്ക് അത് റഡറാണ്. അതിന്റെ ഇപ്പൊ നമ്മൾ അത് അങ്ങോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ബോട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൺട്രോൾ. ഇതിന്റെ അകത്ത് നമ്മൾ ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റോയിങ് ബോട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പൊ 2 തുഴ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരാൾക്ക് ഫ്രണ്ടിലിരുന്ന് ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്തോ. അതെ, ഇതിങ്ങനെ ഒരാഴ്ചയായി ഇത് ഇറക്കിയിട്ട്. പിന്നെ നമ്മൾ ഈ ഞായറാഴ്ചയാണ് കഴിഞ്ഞ ഒരു ഞായറാഴ്ചയാണ് ആദ്യം ഇറക്കിയത്. രണ്ടാമത് ഈ ഞായറാഴ്ചയാണ് ഇറക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇറക്കിയത്. ഈ ചെയിനിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന TVC അതെല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ രണ്ടാമത് ഇപ്പോൾ ഇറക്കിയത്. നമ്മളീ കാണുന്നത് പെരുമ്പളം ദ്വീപാണ്. ഓഹോയ് 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 ഓഹോയ്. ഇതിവർ ആദ്യം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ വേറൊരു ബോട്ടാണ്. ഇതാണ് ഈ ബോട്ട് ഉണ്ടാക്കാനുള്ള പ്രചോദനം. അങ്ങനെ തുഴഞ്ഞ് കയറുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾ. തുഴഞ്ഞ് റിയാസ് തുഴയുണ്ട്, അതുപോലെ തന്നെ നിയാസും തുഴയുണ്ട്. അല്ല നിയാസ്, ആദ്യം നമ്മ ഒന്ന് ചെറുതായിട്ട് തോറ്റി. ആദ്യത്തെ പോരായ്മയിൽ നിന്ന് പാഠം പഠിച്ച് ഞങ്ങൾ വീണ്ടും തുഴഞ്ഞ് സേഫ്റ്റി ആയിട്ട് തുഴഞ്ഞോണ്ടിരിക്കും അല്ലേ? അടിപൊളിയായിട്ട് തുഴഞ്ഞോണ്ടിരിക്കും. തുഴയും ചെയ്യാം, ചവിട്ടുകയും ചെയ്യാം. നമുക്ക് ഇതിൽ ചവിട്ടി ചെയ്യാം. ഈ ബോട്ടിൻ്റെ വെൽഡിങ് വർക്കൊക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ സുഹൃത്ത് അമീറാണ്. അതുപോലെ തന്നെ സെലി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 2 ഇക്കമാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു ബോട്ട് ഉണ്ടായത് തന്നെ. അതെ, അവരുടെ പേര്
നൗഫൽ, അജീബ്. അവർ രണ്ടുപേരും അവരുടെ ഒറ്റ മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. 2 ദിവസം കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൊത്തം പാഴ്വസ്തുക്കളാണ്. എല്ലാം പാഴ്വസ്തുക്കളാണ്. ഒരു ചെലവൊന്നുമില്ല. ഇപ്പൊ ഈ ഇത് ഉൾപ്പെടെ എല്ലാം പാഴ്വസ്തുക്കളാണ്. ഇത്തരം രസകരമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. The Food Traveller. Explore the tasty world.